നാഗകന്യക 3യുടെ എപ്പിസോഡ് 22ലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുമിത്ര ബേലയെ വിളിച്ചുകൊണ്ടുപോയത് കണ്ട് വിഷമിച്ച് വിക്രാന്ത് നിൽക്കുമ്പോൾ അവിടെ വരുന്ന വിശാഖ വിക്രാന്തിനെ കണ്ട സന്തോഷത്തിൽ വിക്രാന്തിനെ വിശാഖ കെട്ടിപ്പിടിക്കുകയാണ്. ബേല മഹിയെ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നത് വിക്രാന്തിനെ ഇഷ്ടപ്പെടുന്നില്ല. നാഗമാണിക്യം സ്വന്തമാക്കി നാഗരാജാവായി കഴിഞ്ഞാൽ റൂഹി എന്റെ നാഗറാണിയായിരിക്കും. 100 വർഷത്തെ സ്നേഹമാണ് ഞങ്ങളുടേത്. അത് മറക്കാൻ എനിക്ക് കഴിയില്ല. എന്തിനും നീ എന്റെ കൂടെ ഉണ്ടാവില്ലേ എന്ന് വിക്രാന്ത് ചോദിക്കുമ്പോൾ വിശാഖ കൂടെ നിൽക്കാമെന്ന് സമ്മതിക്കുകയാണ്. ശേഷം അവർ നാഗമാണിക്യം വച്ചിരിക്കുന്ന സ്ഥലത്ത് പോവുകയാണ്. നാഗമാണിക്യത്തെ കാണുന്ന വിശാഖ നാഗമാണിക്യം ഞാൻ സ്വന്തമാക്കിയാൽ വിക്രാന്തിന് വേറെ വഴിയില്ലാത്തത് കൊണ്ട് നാഗരാജാവാകാൻ വേണ്ടി എന്നെ നാഗറാണിയാക്കിയേ പറ്റൂ എന്ന് മനസ്സിൽ പറഞ്ഞ് വിശാഖ നാഗമാണിക്യം എടുക്കാൻ ശ്രമിക്കുമ്പോൾ നാഗമാണിക്യത്തിൽ നിന്ന് ഒരു ശക്തി വരികയും ആ ശക്തി കാരണം വിശാഖ തെറിച്ചു പോവുകയും ചെയ്യുകയാണ്. അത് കണ്ട് പേടിച്ചു നിൽക്കുന്ന വിശാഖയോട് വിക്രാന്ത് നാഗറാണിയായി പദവിയിലിരിക്കുന്നത് ആരാണോ ആ ആളിന് മാത്രമേ നാഗമാണിക്യത്തിൽ തൊടാൻ കഴിയുകയുള്ളൂ. നാഗമാണിക്യത്തിന് സ്വമനസാലെ നാഗറാണി നമ്മുടെ കയ്യിൽ തന്നാൽ മാത്രമേ നമുക്ക് നാഗമാണിക്യത്തിനെ തൊടാൻ കഴിയുകയുള്ളൂ എന്ന് പറയുകയാണ് വിക്രാന്ത്. നാഗമാണിക്യം ഒരിക്കലും നാഗറാണി നമ്മുടെ കയ്യിൽ തരില്ല. അങ്ങനെ നടക്കുമെന്ന് സ്വപ്നം കാണുന്നത് മണ്ടത്തരമാണെന്ന് പറയുകയാണ് വിശാഖ. അത് കേൾക്കുന്ന വിക്രാന്ത് നേരത്തെ പ്ലാൻ ചെയ്ത ഒരു കാര്യം വിശാഖയോട് പറയുകയാണ്. യുവിയും ആദിയും ഫ്രണ്ട്സും അവിടെ പാർട്ടി നടത്താൻ വരുമെന്ന് വിക്രാന്തിന് നേരത്തെ അറിയാമായിരുന്നു. അതറിയാവുന്ന വിക്രാന്ത് മനഃപൂർവ്വമാണ് ആ കാട്ടിൽ റൂഹിയെ വിളിച്ചുകൊണ്ട് വന്നതും റൂഹിയോട് പുതിയ ഡ്രസ് ഇട്ടുകൊണ്ട് വരാൻ പറഞ്ഞതും. തുടർന്ന് അവർ മദ്യലഹരിയിൽ റൂഹിയെ ഉപദ്രവിക്കുകയും വിക്രാന്തിനെ കൊല്ലുമെന്നും അതിന് പ്രതികാരം ചെയ്യാൻ വേണ്ടി റൂഹി പോകുമെന്നും എല്ലാം വിക്രാന്തിന്റെ പ്ലാൻ പ്രകാരമാണ് നടന്നത്. നാഗമാണിക്യം സംരക്ഷിക്കേണ്ടത് നാഗറാണിയായ ബേലയുടെ ധർമ്മമാണ്. ബേലയെ എനിക്ക് വിശ്വാസമാണ്. ബേലയ്ക്കും എന്നെ വിശ്വാസമാണ്. ആദ്യം ബേലയുടെ പദവി പോകണം. അതിനുവേണ്ടി ഞാൻ വർഷങ്ങളായി പ്ലാൻ ചെയ്തത് അത് സക്സസ് ആവാനിരിക്കുകയായിരുന്നു. ബേലയെ കൊണ്ട് അധർമ്മം ചെയ്യിക്കണം. അതിനുവേണ്ടിയാണ് ഞാൻ അന്ന് രാത്രി എന്റെ മരണം ഞാൻ പ്ലാൻ ചെയ്തത്. ബേല അധർമ്മം ചെയ്താൽ ബേലയുടെ പദവിയും ശക്തിയും എല്ലാം ബേലയ്ക്ക് നഷ്ടപ്പെടും. അപ്പോൾ ഞാൻ നാഗമാണിക്യം സ്വന്തമാക്കി എല്ലാ നാഗലോകങ്ങളുടെയും നാഗരാജാവായി മാറും എന്നൊക്കെ പറയുകയാണ് വിക്രാന്ത്. അന്ന് രാത്രി നീ മരിച്ചില്ല എങ്കിൽ ബേല കൊന്നവർ നിരപരാധികളായിരിക്കുകയില്ലേ? ബേല അധർമ്മമല്ലേ ചെയ്തത്? അപ്പോൾ ബേല എങ്ങനെ നാഗറാണിയാകുമെന്ന് ചോദിക്കുകയാണ് വിശാഖ. റൂഹിക്കും എനിക്കും അന്ന് രാത്രി സംഭവിച്ചത് തെറ്റ് തന്നെയാണ്. അന്ന് നിരപരാധികൾ വേണമെന്ന് ഞാൻ വിചാരിച്ചതുപോലെ തന്നെ ബുൾട്ടിയും പ്രഥമും മഹിയും നിരപരാധികളായി മാറി. മഹി തെറ്റുകാരനാണെന്ന് ബേലയെ അറിയിച്ചാൽ ബേല മഹിയെ കൊല്ലും. അങ്ങനെയാണെങ്കിൽ നിരപരാധിയായ മഹിയെ കൊന്ന പേരിൽ ബേലയ്ക്ക് ബേലയുടെ പദവി നഷ്ടപ്പെടും. അപ്പോൾ എന്റെ അമ്മ റാണിയമ്മയായി മാറും. ഞാൻ നാഗരാജാവായി മാറും. ബേല എന്റെ നാഗറാണിയാകുമെന്ന് പറയുകയാണ്. അത് കേട്ട് വിഷമിച്ച് നിൽക്കുന്ന വിശാഖ ബേല ഒരിക്കലും വിക്രാന്തിനോട് ക്ഷമിക്കുകയില്ല. ബേലയുടെ പ്രണയമാണ് മഹി. ബേല സത്യം എന്തെന്ന് അറിഞ്ഞാൽ ഒരിക്കലും വിക്രാന്തിനോട് ക്ഷമിക്കില്ല എന്ന് പറയുകയാണ്. അത് കേട്ട് ദേഷ്യം വരുന്ന വിക്രാന്ത് ബേല എന്റേത് മാത്രമാണ്. ബേലയുടെ ആദ്യ പ്രണയവും അവസാന പ്രണയവും ഞാനാണ്. എന്റെ പ്രണയം 100 വർഷത്തേതാണ്. അത് മറക്കാൻ ബേലയ്ക്ക് കഴിയില്ല. നീ എന്റെ കൂടെ ഉണ്ടാവില്ലേ എന്ന് ചോദിക്കുകയാണ് വിക്രാന്ത്. ഇഷ്ടമില്ല എങ്കിലും വിശാഖ സമ്മതത്തോടെ നിൽക്കുകയാണ്. വിശാഖ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞത് കേട്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് വിക്രാന്ത്. ബേലയെ കൊന്നിട്ട് വിക്രാന്തിന്റെ നാഗറാണിയാകുമെന്ന് മനസ്സിൽ പറഞ്ഞു നിൽക്കുകയാണ് വിശാഖ. മറുവശത്ത് അനുവിന്റെ റൂമിൽ നിന്ന് അനുവിന്റെ സാധനങ്ങളെല്ലാം മാറ്റുകയാണ് സുമിത്രയും കുഹുവും ബേലയും. ഇപ്പോഴും ബേലയോട് ദേഷ്യത്തിൽ തന്നെയാണ് കുഹു പെരുമാറുന്നത്. ബേല കാരണമാണ് അനു മരിച്ചതെന്നാണ് കുഹു ഇപ്പോഴും വിശ്വസിക്കുന്നത്. സാധനങ്ങൾ മാറ്റുന്നതിനിടയിൽ ഒരു നെറ്റിച്ചുട്ടി ബേല കാണുന്നു. ഈ നെറ്റിച്ചുട്ടി അനുവിന് എവിടെ നിന്നാണ് കിട്ടിയതെന്ന് ബേല ചോദിക്കുമ്പോൾ പഴയ പാലസിൽ നിന്നാണ് അനുവിന് ഈ നെറ്റിച്ചുട്ടി കിട്ടിയതെന്ന് പറഞ്ഞിട്ട് കുഹു ആ നെറ്റിച്ചുട്ടി ബേലയുടെ കയ്യിൽ നിന്നും വാങ്ങി ബോക്സിലാക്കുകയാണ്. ശേഷം ബേല അനുവിന്റെ സാധനങ്ങളെല്ലാം പുറത്തേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും കൊണ്ടുപോകുന്നു. റൂമിന്റെ പുറത്ത് വരുന്ന ബേല ബോക്സ് തുറന്ന് നെറ്റിച്ചുട്ടി കയ്യിലെടുത്ത് നോക്കുകയാണ്. ആ നെറ്റിച്ചുട്ടി ബേലയുടെ അമ്മ ബേലയ്ക്ക് കൊടുത്ത നെറ്റിച്ചുട്ടിയാണ്. അത് പാരമ്പര്യമായി കൈമാറി വരുന്ന സ്പെഷ്യൽ നെറ്റിച്ചുട്ടിയാണ് അത്. ആ നെറ്റിച്ചുട്ടി കാണുന്ന ബേലയ്ക്ക് അമ്മയെ കുറിച്ചുള്ള ഓർമ്മകൾ വരികയാണ്. അമ്മയെ ഓർമ്മ വരുന്ന ബേല അമ്മയെ മിസ് ചെയ്യുന്നു എന്നും ശരിയേത് തെറ്റിയതെന്ന് എനിക്ക് അറിയില്ല, എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല, ശരിയായ വഴി കാണിച്ചു തരണം അമ്മ എന്ന് പറഞ്ഞ് അമ്മയോട്
ബേലയോട് പറയുന്നത് പോലെ പറയുകയാണ് ബേല. ഈ സമയം ബേലയുടെ അമ്മ ബാവയോട് എന്റെ മകൾ അപകടത്തിലാണ് ബാവ, എനിക്ക് മാത്രമേ എന്റെ മകളെ രക്ഷപ്പെടുത്താൻ കഴിയുകയുള്ളൂ, പ്ലീസ് ബാവ എന്നെ ഇവിടെ നിന്ന് പോകാൻ അനുവദിക്കണം എന്നൊക്കെ കെഞ്ചി പറയുകയാണ് റാണിയമ്മ. അത് കേൾക്കുന്ന ബാവ റാണിയമ്മ ജീവനോടെ ഉണ്ടെന്ന് ആരും അറിയാൻ പാടില്ല, റാണിയമ്മയുടെ ജീവന് വേണ്ടി ശത്രുക്കൾ പുറത്ത് കാത്തിരിക്കുകയാണ്, റാണിയമ്മ ശരിയായ സമയം വരുന്നത് വരെ കാത്തിരിക്കണമെന്ന് പറഞ്ഞിട്ട് ബാവ അവിടെ നിന്ന് പോകുന്നു. ബാവ പോകുന്നത് കാണുന്ന ബേലയുടെ അമ്മ വിഷമിച്ചിരിക്കുകയാണ്. ബേലയുടെ ശത്രുക്കൾ ബേലയുടെ അടുത്ത് തന്നെയുണ്ട്, ബേലയെ ആ കാര്യം അറിയിക്കണം, എങ്ങനെയെങ്കിലും അറിയിക്കണം എന്ന് പറഞ്ഞിരിക്കുകയാണ് ബേലയുടെ അമ്മ. മറുവശത്ത് ബേലയുടെ അടുത്ത് പോകുന്ന വിക്രാന്ത് ബേലയോട് അന്ന് രാത്രി അവർക്ക് നടന്ന സംഭവത്തിനെല്ലാം കാരണക്കാരൻ മഹിയാണെന്നും മഹിയുടെ പ്ലാൻ പ്രകാരമാണ് അന്ന് കാട്ടിൽ വെച്ച് അതെല്ലാം സംഭവിച്ചതെന്നും നാഗറാണി അമ്മയുടെ മരണത്തിലും മഹിക്ക് പങ്കു കാണുമെന്നും പറയുകയാണ് വിക്രാന്ത്. വിക്രാന്ത് പറയുന്നതൊന്നും ബേല വിശ്വസിക്കുന്നില്ല. ബേല വിക്രാന്ത് പറയുന്നതെല്ലാം എതിർക്കുകയാണ്. മഹി അങ്ങനെയെല്ലാം ചെയ്യണമെങ്കിൽ അതിനെന്താണ് റീസൺ എന്ന് ചോദിക്കുകയാണ് ബേല. ഈ സമയം മഹിയുടെ അടുത്ത് ഫയൽ വേണമെന്ന് പറഞ്ഞു പോകുന്ന വിശാഖ മഹി കാണാതെ മഹിയുടെ വാച്ച് എടുത്തുകൊണ്ട് പോവുകയാണ്. പോകുന്ന വഴി ഒരു അദൃശ്യ ശക്തി വിശാഖയുടെ അടുത്തൂടി പോവുകയാണ്. അത് വിശാഖയ്ക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് കാര്യമാക്കാതെ വിശാഖ അവിടെ നിന്ന് മഹിയുടെ വാച്ചുമായി പോവുകയാണ്. ആ അദൃശ്യ ശക്തി ബേലയുടെ അമ്മയായിരുന്നു. റാണിയമ്മ സ്വപ്നലോകത്ത് നിന്ന് വന്നതാണ്. റാണിയമ്മ വിശാഖയുടെ പുറകെ പോവുകയാണ്. മറുവശത്ത് വിക്രാന്ത് ബേലയോട് ക്ഷേത്രവും ഓൾഡ് പാലസും മഹിയുടെ ഫാമിലിക്ക് വേണമെന്ന് പറയുന്നതിൽ എന്തോ രഹസ്യമുണ്ട്, അവർ ആ പ്രോപ്പർട്ടിയിൽ എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്, എന്തൊക്കെ പ്രശ്നങ്ങളാണ് ആ പ്രോപ്പർട്ടിയുടെ പേര് പറഞ്ഞുണ്ടായത്, എന്നിട്ട് അവർക്ക് ആ പ്രോപ്പർട്ടി തന്നെ വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നുണ്ടെങ്കിൽ അതിലെന്തോ ഉണ്ട് എന്ന് വിക്രാന്ത് പറയുന്ന സമയം അവിടെ റാണിയമ്മ വരുന്നു. റാണിയമ്മ വിക്രാന്ത് പറയുന്നതൊന്നും വിശ്വസിക്കരുത് റൂഹി എന്ന് പറഞ്ഞ് അലറി വിളിക്കുകയാണ്. പക്ഷെ ബേല അതൊന്നും കേൾക്കുന്നില്ല. ഈ സമയം ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. റാണിയമ്മ മരിച്ചതുകൊണ്ട് നാഗവംശ രീതിയിൽ കർമ്മം നടത്തണമെന്ന് പറഞ്ഞ് ബാവ റാണിയമ്മയെ എടുത്തുകൊണ്ട് പോവുകയാണ്. എന്നിട്ട് റാണിയമ്മയെ ബാവയുടെ ഒരു സ്ഥലത്ത് കൊണ്ടുവരികയും റാണിയമ്മയ്ക്ക് പച്ചില മരുന്നുകൾ കൊടുത്ത് ശക്തി പ്രയോഗിച്ചും റാണിയമ്മയെ രക്ഷിക്കുകയും ചെയ്യുകയാണ് ബാവ. രക്ഷപ്പെടുന്ന റാണിയമ്മ റൂഹി വലിയൊരു ആപത്തിലാണ്, റൂഹിയെ രക്ഷിക്കണമെന്ന് പറയുകയാണ്. വിക്രാന്ത് റാണിയമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടി വിഷവുമായി പോകുന്നത് ബാവ കണ്ടിട്ടുണ്ടായിരുന്നു. വിക്രാന്തിനെ റൂഹിക്ക് ഇഷ്ടമാണ്. റൂഹി വിക്രാന്തിനെ അന്ധമായി വിശ്വസിക്കുന്നുണ്ട്. റാണിയമ്മ ജീവനോടെ ഉണ്ടെന്ന് അറിഞ്ഞാൽ അത് റൂഹിക്കും ആപത്താണ്. റൂഹി തന്നെ വിക്രാന്തിന്റെ സത്യം തിരിച്ചറിയുകയും അവരുടെ പുറകിലെ രഹസ്യം കണ്ടുപിടിക്കുമെന്നും പറയുകയാണ് ബാവ. ഇതെല്ലാം റാണിയമ്മയ്ക്ക് ഓർമ്മ വരികയാണ്. ഈ സമയം വിക്രാന്ത് ബേലയോട് അന്ന് രാത്രി നടന്ന സംഭവവും റാണിയമ്മയുടെ മരണവും തമ്മിൽ കണക്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒരു റീസൺ കാണും, അത് ഓർമ്മിച്ച് നോക്ക് എന്ന് ബേലയോട് പറയുകയാണ് വിക്രാന്ത്. അപ്പോൾ ബേലയ്ക്ക് റാണിയമ്മ ബേലയ്ക്ക് കൊടുത്ത നെറ്റിച്ചുട്ടി അനുവിന്റെ റൂമിൽ നിന്ന് കിട്ടിയ കാര്യം ഓർമ്മ വരുന്ന ബേല ആ കാര്യം വിക്രാന്തിനോട് പറയുകയാണ്. അങ്ങനെ ഒരു സോളിഡ് പ്രൂഫ് കിട്ടിയത് കൊണ്ട് വിക്രാന്ത് അത് വെച്ച് ബേലയുടെ മൈൻഡ് മാറ്റാൻ നോക്കുകയാണ്. ബേല ആലോചിച്ച് നിൽക്കുകയാണ്. ആ സമയം ഡോർ തുറന്നു വരുന്ന മഹി കാണുന്നത് യുവി ബേലയോട് സംസാരിക്കുന്നതാണ്. യുവി ബേലയോട് പെട്ടെന്ന് തന്നെ നമ്മുടെ ഇടയിലുള്ള മുള്ളായ മഹിയെ ഒഴിവാക്കണമെന്ന് യുവി പറയുന്നത് കേട്ടാണ് മഹി അവിടേക്ക് വരുന്നത്. അത് കേട്ട് വിഷമം വരുന്ന മഹി അവിടെ നിന്ന് പോകുന്നു. ബേല മഹിയുടെ പുറകെ പോകാൻ തുടങ്ങുമ്പോൾ വിക്രാന്ത് ബേലയെ തടയുകയാണ്. എന്നിട്ട് ബേലയോട് മഹിയുടെ പുറകിൽ എന്തോ രഹസ്യമുണ്ട്, നമ്മൾ നാഗങ്ങളെ കുറിച്ചും നമ്മുടെ ക്ഷേത്രത്തിനെ കുറിച്ചും എല്ലാം അവർക്കറിയാം, മഹി ഒരു ചതിയനാണ്, മഹിയുടെ ചതിയിൽ നീ വീഴരുതെന്ന് പറയുകയാണ് വിക്രാന്ത്. ബേല വിക്രാന്ത് പറയുന്നത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ്. ഈ സമയം വിശാഖ അനുവിന്റെ ഓർണമെന്റ്സ് എടുത്തുകൊണ്ട് പോകുന്നത് കാണുന്ന കുഹു വിശാഖയുടെ കയ്യിൽ നിന്ന് അനുവിന്റെ ഓർണമെന്റ്സ് പിടിച്ചു വാങ്ങിക്കൊണ്ട് പോവുകയാണ്. ഇതെല്ലാം അവിടെ വരുന്ന ബേല കാണുന്നു. ബേല വിശാഖയെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. എന്നിട്ട് ബേല വിശാഖയോട് ഇത്രയും ദിവസം നീ എവിടെയായിരുന്നു, യുവിയായി തിരിച്ചു വന്നത് വിക്രാന്തായിരുന്നു എന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന വിശാഖ വിക്രാന്ത് തിരിച്ചു വന്നിട്ടും നിന്റെ മുഖത്ത് അതിന്റെ സന്തോഷമൊന്നും കാണാനില്ല, നഷ്ടപ്പെട്ടു പോയെന്ന് നീ വിചാരിച്ച നിന്റെ പ്രണയമാണ് തിരിച്ചു വന്നിരിക്കുന്നത്, നിനക്ക് എന്താണ് സംഭവിച്ചത്? ചിലപ്പോഴെല്ലാം നമ്മുടെ മനസ്സ് നല്ല ഫ്രണ്ടായിരിക്കും, ചില സമയങ്ങളിൽ ശത്രുവായിരിക്കും. നീ ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് മഹിയെ കൊല്ലുക എന്നതാണ്. നീ ഓരോ കാരണങ്ങൾ കണ്ടുപിടിച്ച് പ്രതികാരം സ്റ്റോപ്പ് ചെയ്യരുത്. മനുഷ്യരെ വിശ്വസിക്കാൻ കഴിയില്ല. ACP എന്നെ വിളിച്ചിട്ട് ഒരു തെളിവ് കിട്ടിയിട്ടുണ്ടെന്നും അതുവഴി മാസ്റ്റർ മൈൻഡ് ആരാണെന്ന് കണ്ടുപിടിച്ചു എന്നും പറഞ്ഞു. അത് കേട്ട ഉടൻ തന്നെ ഞാൻ ACPയുടെ അടുത്ത് പോയപ്പോൾ ACP മരിച്ചു കിടക്കുന്നതാണ് കണ്ടത്. ACP ആരോ
ആരോ കൊന്നതാണ്, ACPയുടെ ബോഡിയുടെ അടുത്ത് നിന്ന് കിട്ടിയതാണെന്നും പറഞ്ഞ് വിശാഖ മഹിയുടെ വാച്ച് ബേലയുടെ കയ്യിൽ കൊടുക്കുകയാണ്. മഹിയാണ് ACP കണ്ടുപിടിച്ച ആ മാസ്റ്റർ മൈൻഡ് എന്ന് വിശാഖ പറയുന്നത് കേൾക്കുന്ന ബേല വാച്ച് കിട്ടി എന്ന് പറഞ്ഞ് എങ്ങനെയാണ് മഹി കുറ്റക്കാരനാകുന്നത്, അങ്ങനെയാണെങ്കിൽ അനുവിനെ കൊന്ന ആളിന്റെ കയ്യിൽ എന്റെ മോതിരം പോലത്തെ മോതിരം ഉണ്ടായിരുന്നു എന്നും പറഞ്ഞ് ഞാനാണോ അനുവിനെ കൊന്നത്, ഇതെല്ലാം ആരോ എന്നെയും മഹിയെ കുരുക്കാൻ വേണ്ടി ചെയ്തതാവാം എന്നൊക്കെ പറയുകയാണ്. എന്നിട്ടും വിശാഖ ഓരോന്നും പറഞ്ഞ് ബേലയെ മൈൻഡ് മാറ്റാൻ ശ്രമിക്കുകയാണ്. റാണിയമ്മയെ കൊന്നതും മഹിയും ഫാമിലിയും കൂടെ ആയിരിക്കും എന്നൊക്കെ പറയുകയാണ്. ഈ സമയം അവിടെ വരുന്ന നാഗറാണി അമ്മയുടെ ആത്മാവ് വിശാഖ പറയുന്നതെന്ന് വിശ്വസിക്കരുതെന്ന് പറയുകയാണ്. ഇതെല്ലാം നിന്റെയും വിക്രാന്തിന്റെയും തെറ്റിദ്ധാരണകളാണ്, മഹി ഒരിക്കലും ഒരു തെറ്റും ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്, ഇനി ഒന്നും എനിക്ക് കേൾക്കണ്ട എന്ന് പറഞ്ഞ് ബേല അവിടെ നിന്ന് പോകുന്നു. ബേല പോകുന്നത് കാണുന്ന വിശാഖ ബേലയുടെ മൈൻഡിൽ വിഷം കുത്തിവെച്ച് സന്തോഷത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ അവിടെ വിക്രാന്ത് വരുന്നു. വിശാഖ ബേലയുടെ മൈൻഡ് മാറ്റാൻ നോക്കിയതും അവർ സംസാരിച്ചതും എല്ലാം വിക്രാന്ത് കേട്ടിട്ടുണ്ടായിരുന്നു. ഇനി ബേല ചിന്തിച്ച് നോക്കി തുടങ്ങുമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും സന്തോഷത്തോടെ നിൽക്കുകയാണ്. അത് കണ്ട് ദേഷ്യം വരുന്ന റാണിയമ്മ അലറി വിളിക്കുകയാണ്. റാണിയമ്മയ്ക്ക് അവരെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട്, അതിന് കഴിയാത്തതിന്റെ വിഷമത്തിൽ നിൽക്കുകയാണ് റാണിയമ്മ. മറുവശത്ത് മഹിയുടെ അടുത്ത് പോകുന്ന ബേല മഹിയുടെ മുഖത്തെ വിഷമം കണ്ട് മഹിയെ കെട്ടിപ്പിടിക്കാൻ ശ്രമിക്കുമ്പോൾ മഹി ബേലയെ തള്ളി മാറ്റുകയാണ്. ബേല പറയുന്നതൊന്നും മഹി കേൾക്കാൻ നിൽക്കുന്നില്ല. മഹി ദേഷ്യത്തോടെയാണ് ബേലയോട് പെരുമാറുന്നത്. ഞാൻ യുവിയല്ല ബേല, യുവിക്ക് ഇതൊന്നും ഇഷ്ടപ്പെടില്ല എന്ന് പറഞ്ഞ് മഹി ദേഷ്യത്തോടെ അവിടെ നിന്ന് പോകുന്നു. മഹി പോകുന്നത് കാണുന്ന ബേല വളരെ വിഷമത്തോടെ വിശാഖ പറഞ്ഞതെല്ലാം തെറ്റാണ്, എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല, ഞാൻ ഒറ്റപ്പെട്ടതുപോലെ തോന്നുന്നു, അമ്മയുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ശരിയായ വഴി കാണിച്ചു തരുമായിരുന്നു എന്ന് പറഞ്ഞ് ബേല പോയി കിടന്നുറങ്ങുകയാണ്. ഈ സമയം അവിടെ റാണിയമ്മ വരുന്നു. ബേല ഉറങ്ങിയാൽ മാത്രമേ ബേലയുടെ സ്വപ്നത്തിൽ പോയി റാണിയമ്മയ്ക്ക് ബേലയെ കാണാനും ബേലയോട് സംസാരിക്കാനും കഴിയുകയുള്ളൂ. തുടർന്ന് റാണിയമ്മ ബേലയുടെ സ്വപ്നത്തിൽ പോയി ബേലയോട് നിന്റെ ചുറ്റും അപകടമാണെന്നും ബാബ നിന്നോട് ഇതൊന്നും പറയരുതെന്നാണ് പറഞ്ഞതെന്നും നീ പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം എടുക്കരുത്, നീ ആരെയും വിശ്വസിക്കരുത്, നീ അന്ധമായി വിശ്വസിക്കുന്നവർ തന്നെയാണ് നിന്റെ ശത്രു, അവർ നിന്റെ കൂടെ നിന്ന് നിന്നെ ചതിക്കുകയാണ്, അത് നീ മനസ്സിലാക്കണം എന്നൊക്കെ പറയുകയാണ്. ഈ സമയം വിക്രാന്ത് ബേലയുടെ അടുത്തേക്ക് വരികയാണ്. വിക്രാന്ത് ബേലയുടെ അടുത്തിരുന്ന് റൊമാൻറ്റിക്കായി ബേലയെ നോക്കിയിരിക്കുകയാണ്. ഈ സമയം ബേല റാണിയമ്മയോട് കൂടെ നിന്ന് ചതിക്കുന്നത് ആരാണെന്ന് പേരെന്താണെന്ന് ചോദിക്കുകയാണ്. പോകാൻ സമയമായി എന്ന് പറഞ്ഞ് റാണിയമ്മ അവിടെ നിന്ന് പോകുന്നതും ബേല അമ്മ എന്ന് പറഞ്ഞ് ചാടി എഴുന്നേൽക്കുകയാണ്. അപ്പോൾ വിക്രാന്ത് അടുത്തിരിക്കുന്നത് കാണുന്ന ബേല ഞെട്ടിയിരിക്കുകയാണ്. വിക്രാന്ത് വന്നത് ബേലയ്ക്ക് ഇഷ്ടപ്പെട്ട് കാണില്ല എന്ന് വിചാരിച്ച് വിക്രാന്ത് പോകാൻ തുടങ്ങുമ്പോൾ ബേല വിക്രാന്തിനോട് സ്വപ്നത്തെ കുറിച്ച് പറയുകയാണ്. അത് കേൾക്കുന്ന റാണിയമ്മ സ്വപ്നത്തിൽ എന്നെ കണ്ട കാര്യം വിക്രാന്തിനോട് പറയരുതെന്ന് പറയുകയാണ്. ബേല വിക്രാന്തിനോട് ഞാൻ അന്ധമായി വിശ്വസിക്കുന്ന ഒരാൾ എന്നെ ചതിക്കുകയാണെന്ന് അമ്മ പറഞ്ഞു, പക്ഷെ ആരാണെന്ന് അമ്മ പറയുന്നത് കേൾക്കാൻ കഴിഞ്ഞില്ല, ആരായിരിക്കും എന്ന് പറഞ്ഞ് ബേല ആലോചിച്ചിരിക്കുകയാണ്. ഇതെല്ലാം നിന്റെ തോന്നല് മാത്രമാണ്, റാണിയമ്മ സ്വപ്ന ലോകത്ത് നിന്നല്ല സ്വർഗ്ഗലോകത്ത് നിന്നായിരിക്കും നിനക്ക് മുന്നറിയിപ്പ് തന്നത്, റാണിയമ്മ പറഞ്ഞ കാര്യം ഒന്നുകൂടി ഓർമ്മിച്ച് നോക്ക്, നീ അന്ധമായി വിശ്വസിക്കുന്ന ആൾ നിന്നെ ചതിച്ചുകൊണ്ടിരിക്കുകയാണെന്നല്ലേ, അത് മഹിയാണ്, മഹിയെ കുറിച്ചാണ് നാഗറാണിയമ്മ പറഞ്ഞത്, മഹിയെയാണ് നീ അന്ധമായി വിശ്വസിക്കുന്നത് എന്നൊക്കെ പറയുകയാണ്. അതെല്ലാം കേട്ട് ബേല ആലോചിച്ച് നിൽക്കുന്നത് കാണുന്ന റാണിയമ്മ വിക്രാന്ത് പറയുന്നതൊന്നും വിശ്വസിക്കരുത്, വിക്രാന്ത് നിന്റെ മനസ്സ് മാറ്റാൻ നോക്കുകയാണ്, ബേല ഉറങ്ങിയാൽ മാത്രമേ എനിക്ക് സത്യം എന്താണെന്ന് ബേലയോട് പറയാൻ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞു നിൽക്കുകയാണ്. ബേലയോട് വിക്രാന്തിന് വിശ്വാസമാണെങ്കിൽ വിക്രാന്ത് പറയുന്നത് വിശ്വസിക്കണമെന്നും വിക്രാന്ത് ബേലയെ ഒരിക്കലും ചതിക്കുകയോ ബേലയോട് കള്ളം പറയുകയോ ചെയ്തിട്ടില്ല എന്നും ഒരിക്കലും ചെയ്യില്ല എന്നും റാണിയമ്മ പറഞ്ഞ കാര്യം ഒന്നുകൂടി ആലോചിച്ച് നോക്കുക എന്ന് പറഞ്ഞിട്ട് വിക്രാന്ത് അവിടെ നിന്ന് പോകുന്നു. മറുവശത്ത് മഹിയുടെ അടുത്ത് പോകുന്ന വിശാഖ മഹിയുടെ മനസ്സ് മാറ്റാൻ ശ്രമിക്കുകയാണ്. ഒരിക്കൽ വിശാഖയും ഇതുപോലെ ഒരു സിറ്റുവേഷൻ മറികടന്ന് വന്നതാണെന്നും മലയുടെ മുകളിൽ നമ്മൾ ഒരാൾക്ക് വേണ്ടി കാത്തു നിൽക്കും, പക്ഷെ ഇനിയും നമ്മൾ അയാൾക്ക് വേണ്ടി കാത്തു നിൽക്കണമോ അതോ ഉപേക്ഷിച്ചിട്ട് പോകണമോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ നമ്മുടെ മനസ്സിൽ ആ സമയം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ഇതെല്ലാം മറക്കാൻ പുറത്തേക്ക് പോകണമെന്നും വിശാഖയും ഫ്രണ്ട്സും ഔട്ടിങ്ങിന് പോകുന്നുണ്ട്. മഹിയോടും കൂടെ വരാൻ പറയുകയാണ് വിശാഖ. ബേല മഹിയിൽ നിന്ന് എന്തോ മറച്ചു വെക്കുന്നുണ്ട്. ബേല മഹിയെ ഇഷ്ടമല്ല എന്ന് മൂത്തു നോക്കി ഇതുവരെയായിട്ടും പറഞ്ഞിട്ടില്ല. ബേലയെ വിട്ട് മഹി പോവില്ല എന്ന് മനസ്സിൽ പറയുന്ന മഹി വിശാഖയോട് മഹിക്ക് വിശാഖയുടെ അഡ്വൈസിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. പ്ലാൻ ഫ്ലോപ്പ് ആയതിന്റെ ദേഷ്യത്തിലിരിക്കുകയാണ് വിശാഖ. ശേഷം വിക്രാന്ത് വിശാഖയോട് ബേലയുടെ സ്വപ്നത്തിൽ വന്ന് റാണിയമ്മ ബേലയോട് സൂക്ഷിക്കണമെന്നുള്ള ഒരു മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ടെന്ന് പറയുകയാണ്. സ്വപ്ന ലോകത്ത് നിന്ന് സംസാരിച്ചു എങ്കിൽ റാണിയമ്മ ജീവനോടെ ഉണ്ടെന്ന് അവർക്ക് ഡൗട്ട് തോന്നുകയാണ്. ഇതെല്ലാം കാണുന്ന റാണിയമ്മ ഞാൻ ജീവനോടെ ഉണ്ടെന്ന് ഇവർ അറിഞ്ഞാൽ പ്രശ്നമാണ്. ഈ സമയം
ബേല ഉറങ്ങുകയും ഇല്ല. പിന്നെ എങ്ങനെയാണ് ഞാൻ ബേലയുടെ സ്വപ്നത്തിൽ പോകുന്നത് എന്ന് പറഞ്ഞ് ആലോചിച്ച് നിൽക്കുകയാണ് റാണിയമ്മ. അപ്പോൾ അവിടെ മഹി വരുന്നു. മഹിയെ കാണുന്ന വിക്രാന്ത് വിശാഖയും മറഞ്ഞു നിന്ന് മഹിയെ നോക്കി നിൽക്കുകയാണ്. തുടർന്ന് മഹിയുടെ ഓപ്പോസിറ്റായി പോകുന്ന ബേല മഹിയെ മൈൻഡ് ചെയ്യാതെ പോകുന്നത് കാണുന്ന അവർ രണ്ടുപേരും സന്തോഷത്തോടെ നിൽക്കുകയാണ്. അപ്പോൾ ബേലയുടെ അടുത്ത് പോകുന്ന മഹി ബേലയോട്, എന്തിനാണ് എന്നെ അവോയ്ഡ് ചെയ്യുന്നത് ബേല? എനിക്ക് യുവി പറയുന്നത് കേൾക്കണ്ട, എനിക്ക് ബേലയെ വിശ്വാസമാണ്, നമുക്ക് ഡിന്നറിന് പുറത്തു പോകാം, അപ്പോൾ അവിടെ നമ്മൾ രണ്ടുപേരും മാത്രമായിരിക്കും, ഞാൻ പറയുന്നത് ബേലയ്ക്കും കേൾക്കാം, ബേല പറയുന്നതില്ല എനിക്കും കേൾക്കാൻ കഴിയുമെന്ന് പറയുകയാണ്. ഇതെല്ലാം കേട്ട് ദേഷ്യം സഹിക്കാൻ കഴിയാതെ നിൽക്കുകയാണ് വിശാഖയും വിക്രാന്തും. ആദ്യമൊക്കെ സമ്മതിക്കാതെ നിൽക്കുന്ന ബേല മഹിയുടെ സന്തോഷത്തിന് വേണ്ടി പുറത്തു പോകാമെന്ന് സമ്മതിക്കുകയാണ്. ബേലയുടെ സമ്മതം അറിയുന്ന മഹി സന്തോഷത്തോടെ അവിടെ നിന്ന് പോകുന്നു. ശേഷം ബേലയെ വിളിക്കാൻ റൂമിന്റെ അടുത്ത് വരുന്ന മഹിയുടെ അടുത്ത് യുവിയും വരികയാണ്. മഹി ബേലയുമായി പുറത്തു പോവുകയാണ് എന്ന് യുവിയോട് പറയുന്നത് കേട്ട് യുവി പ്രശ്നമുണ്ടാക്കുകയാണ്. ഇവർ രണ്ടുപേരും ബേലയുടെ പേര് പറഞ്ഞ് വഴക്ക് കൂടുന്നത് അകത്ത് നിൽക്കുന്ന ബേല കേൾക്കുകയും റൂമിന്റെ പുറത്തു വരുന്ന ബേല മഹിയുടെ കൂടെ പുറത്തു പോവുകയാണെന്ന് ഉറപ്പിച്ച് യുവിയോട് പറയുകയാണ്. അത് കേട്ട് ദേഷ്യം വരുന്ന യുവി അവിടെ നിന്ന് പോകുന്നു. അടുത്ത സീനിൽ വിക്രാന്തിന് മഹിയെ കൊല്ലാനുള്ള ദേഷ്യത്തിൽ നിൽക്കുകയാണ്. അത് കാണുന്ന വിശാഖ വിക്രാന്തിനോട്, ബേല ഉറങ്ങാതിരിക്കാനാണ് നമ്മൾ നോക്കേണ്ടത്, ബേല ഉറങ്ങിയാൽ റാണി അമ്മ ബേലയുടെ സ്വപ്നത്തിൽ പോയി എന്തെല്ലാമാണ് പറയുന്നതെന്ന് നമുക്കറിയാൻ കഴിയില്ല, അതുകൊണ്ട് തന്നെ ബേല ഉറങ്ങാതിരിക്കാനുള്ള വഴിയാണ് നമ്മൾ നോക്കേണ്ടതെന്ന് പറയുകയാണ്. ശേഷം വിക്രാന്ത് യുവിയായി മാറി സുമിത്രയുടെ അടുത്ത് പോയിട്ട്, ബേല നമ്മുടെ കുടുംബത്തിൽ വന്നിട്ടുള്ള ആദ്യ നവരാത്രി ഉത്സവമാണ് നാളെ നടക്കാൻ പോകുന്നത്, അതുകൊണ്ട് ഇന്ന് മുതൽ പൂജയുടെ കാര്യങ്ങൾ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് യുവി സുമിത്രയെ സോപ്പിട്ട് സമ്മതിപ്പിക്കുകയാണ്. ശേഷം റെഡിയായി വരുന്ന ബേലയുടെ മുന്നിൽ വരുന്ന സുമിത്രയും കുഹുവും ബേലയോട് പൂജയ്ക്കുള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പുറത്തു പോകുന്ന കാര്യം പറയുകയാണ്. പക്ഷേ ബേല വിചാരിച്ചിരിക്കുന്നത് മഹിയുടെ കൂടെ എല്ലാവരും കൂടി ഡിന്നർ കഴിക്കാൻ പോകുന്നു എന്നാണ്. മഹിയുടെ അടുത്ത് വരുന്ന സുമിത്രയും കുഹുവും മഹിക്ക് മനസ്സിലാവാത്ത രീതിയിൽ എന്തൊക്കെയോ പറയുകയാണ്. ബേലയ്ക്കും മഹിക്കും ഒന്നും മനസ്സിലാവാതെ നിൽക്കുകയാണ്. എന്തു തന്നെയായാലും ബേലയുമായി പ്ലാൻ ചെയ്ത ഡിന്നർ ഫെയിലായി എന്ന് മഹിക്ക് മനസ്സിലാവുകയാണ്. ശേഷം അവരെല്ലാവരും കൂടി പൂജയ്ക്കുള്ള സാധനവും ദേവിയുടെ വിഗ്രഹവും വാങ്ങാൻ പോവുകയാണ്. ഈ സമയം വിശാഖയും യുവിയും കൂടി ആ പാലസിലെ എല്ലാ ഡോറിലും വിൻഡോയിലും ജോലിക്കാരെ കൊണ്ട് കൂവളത്തിന്റെ ഇല ഇടാൻ പറയുകയാണ്. അത് കേൾക്കുന്ന അവരെല്ലാവരും യുവി പറഞ്ഞതുപോലെ ചെയ്യുകയാണ്. റാണിയമ്മ പാലസിന്റെ അകത്തുണ്ടെങ്കിൽ അവർക്ക് റാണിയമ്മയെ കാണാൻ വേണ്ടിയാണ് ഇങ്ങനെയെല്ലാം ചെയ്യുന്നത്. ശേഷം വിശാഖ നാഗമായി മാറി എല്ലാ സ്ഥലത്തും നോക്കുകയാണ്. ഇതെല്ലാം അറിയുന്ന റാണിയമ്മ കൂവളത്തിന്റെ ഇല ഇടുന്നതിന് മുമ്പ് തന്നെ പാലസിന്റെ പുറത്തേക്ക് പോവുകയാണ്. എല്ലാ സ്ഥലത്തും നോക്കിയിട്ട് റാണിയമ്മയെ കാണാത്തത് കൊണ്ട് റാണിയമ്മ ഒരു ആത്മാവായാണ് അവിടെ ചുറ്റി നടക്കുന്നതെന്ന് വിശാഖയ്ക്കും വിക്രാന്തിനും മനസ്സിലാവുകയാണ്. ഈ സമയം അവിടേക്ക് വിഗ്രഹവുമായി ബേലയും എല്ലാവരും വരികയാണ്. പാലസിന്റെ പുറത്ത് നിൽക്കുന്ന റാണിയമ്മ ബേലയ്ക്ക് എങ്ങനെ അകത്ത് കയറാൻ കഴിയുമെന്ന് പറഞ്ഞ് ആലോചിച്ച് നിൽക്കുകയാണ്. ശേഷം ബേല അകത്തേക്ക് കയറുകയാണ്. ബേലയ്ക്ക് അകത്തേക്ക് കയറാൻ കഴിഞ്ഞത് കൊണ്ട് എനിക്കും അകത്ത് കയറാൻ കഴിയുമെന്ന് വിചാരിച്ച് റാണിയമ്മ അകത്ത് കയറാൻ നോക്കുമ്പോൾ റാണിയമ്മയ്ക്ക് അകത്ത് കയറാൻ കഴിയുന്നില്ല. അതെന്താണെന്ന് ആലോചിച്ച് നിൽക്കുകയാണ് റാണിയമ്മ. ശേഷം പൂജയ്ക്ക് വേണ്ടിയുള്ള എല്ലാം റെഡിയാക്കുകയാണ്. ഇതിനിടയിൽ മഹി ബേലയെ പുറത്തേക്ക് കൊണ്ടുപോകാൻ തുടങ്ങുമ്പോൾ അവരുടെ അടുത്ത് വരുന്ന സുമിത്ര ബേലയെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. എപ്പോഴായാലും ബേല പുറത്തു വരുമെന്ന് മനസ്സിൽ തോന്നുന്ന മഹി പുറത്തു പോയി കാറിലിരിക്കുകയാണ്. മഹി കാറിലിരിക്കുന്നത് കാണുന്ന റാണിയമ്മയ്ക്ക് മഹി നല്ലൊരു മനുഷ്യനാണെന്ന് മനസ്സിലാവുകയാണ്. റാണിയമ്മ മഹി ഉറങ്ങാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. മഹി എത്ര വെയിറ്റ് ചെയ്താലും ബേലയെ വിക്രാന്ത് പുറത്തു പോകാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് ബേലയെ രക്ഷപ്പെടുത്താനും റാണിയമ്മയ്ക്ക് അകത്തേക്ക് കയറാനും മഹിയുടെ സ്വപ്നത്തിൽ കൂടിയേ കഴിയുകയുള്ളൂ. ഈ സമയം ബേല സുമിത്ര പറഞ്ഞതുപോലെ ലിസ്റ്റ് എല്ലാം ശരിയാക്കി കൊടുത്ത് പുറത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ അവിടെ വാദ്യമേളവുമായി യുവി വരികയാണ്. യുവി നവരാത്രിയെ വലിയൊരു ആഘോഷമാക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. യുവി ബേലയുമായി ഡാൻസ് ചെയ്യുകയാണ്. അവിടേക്ക് എല്ലാവരും വരുന്നു. എല്ലാവരുടെയും ശ്രദ്ധ മാറുന്ന സമയം നോക്കി ബേല മഹിയുടെ അടുത്തേക്ക് പോകാൻ ശ്രമിക്കുമെങ്കിലും യുവി ബേലയെ തടയുകയും ബേലയുമായി ഡാൻസ് ചെയ്യുകയും ചെയ്യുകയാണ്. മനസ്സോടെയാണ് ബേല അവിടെ നിൽക്കുന്നത്. ബേല പല പ്രാവശ്യം പോകാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴെല്ലാം സുമിത്രയോ ആദിയോ ബേലയുടെ പുറത്തേക്കുള്ള പോക്ക് തടസ്സപ്പെടുത്തും. മറുവശത്ത് മഹി ഉറങ്ങുന്നത് കാണുന്ന റാണിയമ്മ മഹിയുടെ സ്വപ്നത്തിലേക്ക് പോവുകയാണ്. സ്വപ്നത്തിൽ പോകുന്ന മഹിയോട് റാണിയമ്മ, ബേല ഇപ്പോൾ വലിയൊരു ആപത്തിലാണ്, ബേലയെ രക്ഷിക്കണം, ദേവിയമ്മ, ദിവ്യ ജ്യോതി എന്നൊക്കെ റിപ്പീറ്റായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കേട്ട് ഞെട്ടി കണ്ണു തുറക്കുന്ന മഹി പാലസിന്റെ അകത്തേക്ക് പോവുകയാണ്. അകത്ത് കയറുന്ന മഹിയെ എല്ലാവരും കൂടി ഡാൻസ് ചെയ്യാൻ വേണ്ടി വിളിച്ചുകൊണ്ട് പോവുകയും ഡാൻസ് ചെയ്യുകയും ചെയ്യുകയാണ്. പാലസിന്റെ അകത്ത് ദീപം തെളിഞ്ഞാൽ വിശാഖ വച്ചിട്ടുള്ള മാന്ത്രിക വലയമെല്ലാം ഇല്ലാതാകും. പാലസിന്റെ ഫ്രണ്ടിൽ വിശാഖയുടെ ശക്തികൾ രക്ഷാകവചമായി വച്ചിരിക്കുകയാണ്. ബേലയെ യുവി ഒരു സ്ഥലത്തും പോകാതിരിക്കാൻ വേണ്ടി തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. തുടർന്ന് മഹി ആരതി തട്ടിൽ ദീപം
കത്തിച്ച് പാലസിന്റെ ഫ്രണ്ടിലെ ഡോറിന്റെ അടുത്തേക്ക് പോവുകയാണ്. ബേലയ്ക്ക് ഏതെങ്കിലും ദുഷ്ടശക്തികളെ കൊണ്ട് എന്തെങ്കിലും ആപത്ത് ഉണ്ടെങ്കിൽ അതെല്ലാം മാറണമെന്ന് പറഞ്ഞാണ് മഹി ദീപവുമായി പോകുന്നത്. ദീപം കൊണ്ട് മഹി പോകുന്നത് കാണുന്ന വിശാഖ മഹിയെ തടയാൻ ശ്രമിക്കുമെങ്കിലും ആ ശ്രമത്തിൽ വിശാഖ പരാജയപ്പെടുകയും വിശാഖയുടെ മാന്ത്രിക വല ഇല്ലാതാവുകയും റാണിയമ്മയുടെ ആത്മാവ് അകത്തേക്ക് കയറുകയും ഈ കാര്യം വിശാഖ വിക്രാന്തിനോട് പറയുകയും ചെയ്യുന്നു. വിശാഖ ആത്മാവിന്റെ രൂപത്തിൽ റാണിയമ്മയെ കണ്ടു എന്നും ബേല ഉറങ്ങാതെ നോക്കണമെന്നും വിശാഖ നാഗരൂപത്തിൽ പോയി റാണിയമ്മയെ കണ്ടുപിടിക്കാമെന്നും പറയുമ്പോൾ വിക്രാന്ത് ഇവിയായി മാറി അവിടെ നിന്ന് പോകുന്നു. തുടർന്ന് വിശാഖ നാഗമായി മാറി എല്ലാ സ്ഥലത്തും റാണിയമ്മയെ നോക്കുകയാണ്. ഈ സമയം ബേലയുടെ അടുത്ത് മഹി പോകുമ്പോൾ ബേല തലയിറങ്ങി വീഴുകയും എല്ലാവരും കൂടി ബേലയെ എടുത്തുകൊണ്ട് റൂമിൽ പോവുകയും ചെയ്യുകയാണ്. ബേല ബോധമില്ലാതെ കിടക്കുന്നത് കണ്ട് ടെൻഷൻ അടിച്ചിരിക്കുകയാണ് മഹി. ബേലയുടെ സ്വപ്നത്തിൽ റാണിയമ്മയ്ക്ക് വരാൻ കഴിയുമോ, വിക്രാന്തിന്റെ സത്യം ബേല അറിയുമോ എന്നൊക്കെ അറിയാൻ അടുത്ത എപ്പിസോഡ് ഇടുന്നത് വരെ വെയിറ്റ് ചെയ്യണേ. താങ്ക്